ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് ശ്രീലക്ഷ്മി അറക്കൽ. താൻ പേര് പറയണ്ട, കാര്യം പറഞ്ഞാൽ മതി. ഈ ഒരു ചോദ്യം മാത്രം എന്നോട് ചോദിക്കരുത്. ഏത് ചോദ്യം? വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അടുത്തത്, സ്വയംഭോഗം നന്നല്ല. ഇത് എഴുതിയ ആൾക്ക് നന്നല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. എനിക്ക് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും. അതാ അതിന്റെ ഒരു സൈക്കോളജി. എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞത്. ഇത് ഞാൻ പൊളിക്കും. മഴയുള്ള രാത്രികൾ ഏറെ ഇഷ്ടമാണ്. കാരണം മഴയുള്ള രാത്രികൾ ഏറെ ഇഷ്ടമാണ് കാരണം നല്ല തണുപ്പാണ്, പിന്നെ നല്ലൊരു വൈബാണ്, പിന്നെ പാട്ടൊക്കെ കേട്ട്. മഴയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കട്ടൻ ചായയും പഴംപൊരിയും തിന്നിട്ട് ഇങ്ങനെ ഇരിക്കാനാണ്. ഒരു രാത്രിയുടെ വില ചോദിച്ച പുരുഷന്മാരുടെ എണ്ണം പക്ഷെ ഒരാള് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, 3000 തരാം, കളിക്കാൻ വാടി. ഇന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാണോ ഞാനത് വേണ്ടത് കൈകാര്യം ചെയ്തോളാം. അപ്പൊ തന്നെ പിടിച്ച് ബ്ലോക്ക് ചെയ്തു. മലയാള സിനിമയിലെ യുവ നടന്മാരിൽ ഏറെ ഇഷ്ടം ആരോടാണ്? ഏറെ ഇഷ്ടം ടൊവിനോ തോമസിനോട്. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. സ്വന്തമായി കളിക്കാനാണോ മറ്റുള്ളവരെ കളി പഠിപ്പിക്കാനാണോ ഇഷ്ടം? ആക്ച്വലി ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചറല്ല, എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അയ്യോ, ഞാനിത് ഇപ്പോഴേ അറിയണത്. സത്യമാണോ? ഞങ്ങൾ ജനറലായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ 2 ക്ലാസ്സുകൾ എടുക്കണം. അതിനകത്ത് ഞാൻ ഇപ്രാവശ്യം സെലക്ട് ചെയ്തേക്കുന്നത് വോളിബോളാണ്. അപ്പം തീർച്ചയായിട്ടും കുട്ടികളെ വോളിബോളിൻ്റെ തിയറി എനിക്ക് പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് എന്താടാ കണ്ടത്? ഒറ്റയ്ക്കിരിക്കുമ്പോൾ ശ്രീലക്ഷ്മിയുടെ 3 എക്സ്പ്രഷൻ, അത് എക്സ്പ്രഷൻ ചെയ്ത് കാണിക്കണോ? മറ്റുള്ളവർ തൻ്റെ പേരിനോട് ചേർത്ത് വെച്ച ഏറ്റവും നീചമായ സവിശേഷണം. അറക്കൽ പുണ്ടച്ചി. എന്തായാലും ഈ ശരീരത്തിന് പറ്റിയ പേര് ആരിട്ടത്ര കൃത്യമായിട്ട് ഈ പേര് നാട്ടുകാർക്ക് എന്നൊരു വിലയില്ലേ? സ്വയംഭോഗത്തെ കുറിച്ച് ഒരു ബുക്ക് എഴുതിയാൽ ആരെയാകും ബ്രാൻഡ് അംബാസിഡർ ആക്കുമെന്ന്. ആരെയും ബ്രാൻഡ് അംബാസിഡർ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ബുക്കിന് ഞാൻ തന്നെ ബ്രാൻഡ് അംബാസിഡർ ആവും. അല്ലാതെ എന്ത്? അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഒറ്റയ്ക്കിരുന്ന് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. കാരണം അന്നേരമാണ് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. നിങ്ങൾ ഈ ചോദ്യം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വയംഭോഗം ചെയ്യാൻ ഇഷ്ടമാണോന്നായിരിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ തീർച്ചയായും സ്വയംഭോഗവും ചെയ്യാറുണ്ട്. അതാണ് സംഭവം അല്ലേ? നമ്മുടെ മുതലാളിക്കറിയാത്തൊരു വകുപ്പില്ലാട്ടാ.